ഹായ് ഹലോ ഡിയേഴ്സ് എല്ലാ മക്കൾക്കും എജ്യുമേറ്റിന്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് 5ാം ക്ലാസ്സിലെ മക്കളുടെ കേരള പാഠാവലിയുടെ ഒരു മോഡൽ ചോദ്യപേപ്പറാണ്. ഇത് കഴിഞ്ഞ വർഷം 2024-25 വന്ന ഒരു ആനുവൽ എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അതുകൊണ്ട് ഏകദേശം ഈ ഒരു മോഡലിൽ തന്നെയായിരിക്കും നമുക്ക് ഈ വർഷവും ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാവുന്നത് കേട്ടോ. ക്ലാസ്സിലേക്ക് കിടക്കുന്നതിന് മുന്നേ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അതുപോലെ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടെ ഒന്ന് അയച്ചു കൊടുക്കണേ. 5ാം ക്ലാസ്സിലെ മറ്റ് വിഷയങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ STD5 ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എന്നുള്ള പ്ലേലിസ്റ്റ് ഉണ്ട്, അതിൽ ലഭ്യമാണ് കേട്ടോ. അപ്പോൾ ശരി, നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കടക്കാം. ആദ്യത്തെ പ്രവർത്തനം നോക്കാം. പ്രവർത്തനം 1, വായിക്കാം എഴുതാം. സമ്മാനം എന്ന് പറയുന്ന ഒരു കവിതയാണ് നമുക്ക് തന്നിട്ടുള്ളത്. വിജയലക്ഷ്മിയുടേതാണ്. ഓണത്തുമ്പികൾ പൂമ്പാറ്റകളും താണു പറക്കും മലയാളം, വാഴപ്പൂവിൻ നല്ലി വിടർത്തി തേൻ നുണയുന്നോരണ്ണാനും, ചപ്പില ചിക്കി കലപില കൂട്ടി ചെപ്പു കിളുക്കും മൈനകളും, മൂളി മുരണ്ടു വരുന്നൊരു വണ്ടിനു വഴികാട്ടുന്നൊരു പൂങ്കാറ്റും, കുഞ്ഞു ചിലങ്ക കിലുക്കി തുള്ളിപ്പാഞ്ഞൊഴുകും പൂഞ്ചോലകളും, പുത്തനുടുപ്പും അണിഞ്ഞു ചിരിക്കും പൂമണമേന്തിയ പൂവുകളും, അങ്ങകലത്തിലിരുന്നു ചിരിക്കും കുഞ്ഞേ മുത്തം തന്നേപ്പോ, അത്തം പത്തിനു മുത്തം വാങ്ങാൻ മുത്തേ വാവ മലനാട്ടിൽ. അപ്പോൾ ഓണത്തെ വരവേൽക്കുന്ന നമ്മളുടെ കേരളത്തിലെ പ്രകൃതി ഭംഗികളെ, കിളികളും പൂക്കളും പുഴകളും ഒക്കെ പറഞ്ഞിട്ടുണ്ടല്ലേ. അതിൻ്റെ ഒരു വർണ്ണനയാണ് നമുക്ക് കവിതയിൽ തന്നിരിക്കുന്നത്. ഇനി ഇതുമായി ബേസ് ചെയ്ത കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് താഴെ നമുക്ക് തന്നിട്ടുള്ളത്. അതിന് ആൻസർ ചെയ്യണം. ആദ്യത്തെ ചോദ്യം നോക്കൂ. ചോദ്യം 1, മലയാള നാട് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? എ ഭൂമി, ബി കേരളം, സി പൂഞ്ചോല, ഡി മാമലകൾ. അപ്പൊ നമുക്കറിയാം എന്താ മക്കളെ, മലയാളം സംസാരിക്കുന്ന നാടായതുകൊണ്ടാണ് മലയാള നാട് എന്ന് പറയുന്നത്. അതേതാണ്? കേരളമാണ്. ചോദ്യം 2, വാഴപ്പൂവിന്റെ തേൻ നുണയുന്നത് ആരാണ്? എ തുമ്പികൾ, ബി അണ്ണാൻ, സി വണ്ട്, ഡി പക്ഷി. അപ്പൊ നമ്മൾ ഇങ്ങനെ ചോദ്യം വന്നാൽ എന്താ ചെയ്യുക? കവിത ഒന്നുകൂടെ വായിച്ചു നോക്കുക. വാഴപ്പൂവിൻ നല്ലി വിടർത്തി തേൻ നുണയുന്നൊരു അണ്ണാനും എന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ. അപ്പൊ അണ്ണാനാണ് ഉത്തരം. ചോദ്യം 3, ഈ കവിതയിൽ വണ്ട് വരുന്നതിനെ എങ്ങനെ വിശേഷിപ്പിക്കുന്നു? എ കലപില കൂട്ടി, ബി കിലുക്കി തുള്ളി, സി മൂളി മുരണ്ട്, ഡി ചിരിച്ചു ചിരിച്ച്. മൂളി മുരണ്ട് വരുന്ന വണ്ട് എന്നാണ് അല്ലേ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ മൂളി മുരണ്ട് എന്നതാണ് ശരിയായ ഉത്തരം. ചോദ്യം 4, പൂഞ്ചോലയുടെ പ്രത്യേകത എന്താണ്? എ ചിരിക്കുന്നു, ബി പൂമണമേന്തുന്നു, സി മുത്തം നൽകുന്നു, ഡി ചിലങ്ക കിലുക്കുന്നു. ചിലങ്ക കിലുക്കുന്ന പൂച്ചോല എന്നാണ് അല്ലേ പറഞ്ഞിരിക്കുന്നത്. ചോദ്യം 5, പുത്തനുടുപ്പ് അണിഞ്ഞു നിൽക്കുന്നത് ആരാണ്? എ പൂവ്, ബി പൂഞ്ചോല, സി പൂങ്കാറ്റ്, ഡി മൈന. പുത്തനുടുപ്പ് അണിഞ്ഞു നിൽക്കുന്നത് ആരാണ്? പൂമണമേന്തിയ പൂവുകളും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പുത്തനുടുപ്പ് അണിഞ്ഞു നിൽക്കുന്ന പൂമണമേന്തിയ പൂവുകൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ പൂവാണ് ശരിയായ ഉത്തരം. പ്രവർത്തനം 2, എ ജീവചരിത്ര കുറിപ്പ്. കുഞ്ചൻ നമ്പ്യാരുടെ കുറച്ച് കാര്യങ്ങളാണ് നമുക്ക് തന്നിരിക്കുന്നത്. അത് ബേസ് ചെയ്തിട്ട് എന്ത് ചെയ്യുക? വായിച്ചിട്ട് ജീവചരിത്ര കുറിപ്പ് തയ്യാറാക്കുക. നർമ്മത്തിൽ പൊതിഞ്ഞ സാമൂഹ്യ വിമർശനം, പാലക്കാട് കിള്ളിക്കുറിശി മംഗലം, തുള്ളൽ പ്രസ്ഥാനം, കൃതികൾ ഘോഷയാത്ര, കല്യാണ സൗഗന്ധികം, സഭാപ്രവാസം, കീചകവധം, ഫലിത സാമ്രാട്ട്, ജനകീയ കവി, ഗതികെട്ടാൽ പുലിപുല്ലും തിന്നും, ദീപസ്തംഭം, മഹാശ്ചര്യം. കൂടുതൽ കാര്യങ്ങൾ കൂട്ടിച്ചേർത്ത് കുഞ്ചൻ നമ്പ്യാരുടെ ജീവചരിത്രക്കുറിപ്പ് തയ്യാറാക്കുക. അതിനു മുന്നായിട്ട് നമുക്ക് ബി ചോദ്യം നോക്കാം. പ്രാചീന കവിത്രയത്തിൽ പെടാത്തത് ആര്? ചെറുശ്ശേരി, വള്ളത്തോൾ, കുഞ്ചൻ നമ്പ്യാർ, എഴുത്തച്ഛൻ. ആരാണ്? വള്ളത്തോളാണ്. അദ്ദേഹം ആധുനിക കവിത്രയത്തിൽപ്പെട്ട ആളാണ്. വള്ളത്തോളാണ് അതിൽ പെടാത്തത്. ഇനി നമുക്ക് ജീവചരിത്രക്കുറിപ്പ് തയ്യാറാക്കാം. കുഞ്ചൻ നമ്പ്യാർ മലയാള സാഹിത്യത്തിലെ ജനകീയ കവിയും ഫലിത സാമ്രാട്ടുമായ മഹാനായിരുന്നു. പാലക്കാട് ജില്ലയിലെ കിള്ളിക്കുറിശി മംഗലം എന്ന സ്ഥലത്താണ് അദ്ദേഹത്തിന്റെ ജനനം. നർമ്മത്തിൽ പൊതിഞ്ഞ സാമൂഹ്യ വിമർശനം അദ്ദേഹത്തിന്റെ കൃതികളുടെ പ്രധാന സവിശേഷതയാണ്. സമൂഹത്തിലെ അനാചാരങ്ങളും അഴിമതികളും അനീതികളും അദ്ദേഹം വിനോദഭരിതമായ രീതിയിൽ വിമർശിച്ചു. ഗതികെട്ടാൽ പുലി പുല്ലും തിന്നും, ദീപസ്തംഭം, മഹാശ്ചര്യം പോലുള്ള പ്രയോഗങ്ങൾ അദ്ദേഹത്തിന്റെ രചനകളിലൂടെ പ്രസിദ്ധമായവയാണ്. മലയാള സാഹിത്യത്തിൽ തനതായ കലാരൂപമായ തുള്ളൽ പ്രസ്ഥാനം രൂപപ്പെടുത്തിയതും കുഞ്ചൻ നമ്പ്യാരാണ്. സാധാരണ ജനങ്ങൾക്കും എളുപ്പത്തിൽ മനസ്സിലാകുന്ന ഭാഷയിൽ അദ്ദേഹം കൃതികൾ രചിച്ചു. അദ്ദേഹത്തിന്റെ പ്രധാന കൃതികളിൽ ഘോഷയാത്ര, കല്യാണ സൗഗന്ധികം, സഭാപ്രവാസം, കീചകവധം എന്നിവ ഉൾപ്പെടുന്നു. ലളിതമായ ഭാഷയും കൃത്യമായ സാമൂഹ്യ ബോധവും നിറഞ്ഞ അദ്ദേഹത്തിന്റെ രചനകൾ ഇന്നും പ്രസക്തമാണ്. പ്രവർത്തനം 3, സംഭാഷണം. കിള്ളിയാർ കാവൽ കിടന്ന കുടിലിനുള്ളിൽ അമ്മുമ്മയും പെരുമ്പാമ്പും മറ്റാർക്കും മനസ്സിലാവാത്ത ഭാഷയിൽ പരസ്പരം സംസാരിച്ചു കൊണ്ടിരുന്നു. അവർ സംസാരിച്ച കാര്യങ്ങൾ എന്തെല്ലാമായിരിക്കും? സങ്കല്പിച്ചെഴുതുക. അമ്മുമ്മ: നിനക്ക് തന്തേം തള്ളേം ഒന്നുമില്ലേ? നോക്കാതെ പാക്കാതെ ഇറങ്ങി നടന്നോളും. പെരുമ്പാമ്പിൻ കുഞ്ഞ്: അമ്മുമ്മേ,
ഞാൻ എൻ്റെ അമ്മയെ തിരഞ്ഞിറങ്ങിയതാ. അപ്പോഴാണ് ഇതൊക്കെ സംഭവിച്ചേ. അമ്മുമ്മ, സാരമില്ല, ഞാൻ നിന്നെ അടുപ്പിനരികത്ത് കൊണ്ടുപോയി കിടത്തി ഈ വിറയൊക്കെ മാറ്റിത്തരാം. പെരുമ്പാമ്പിൻ കുഞ്ഞ്, തണുത്ത് ഞാൻ ആകെ മരവിച്ചു. ഇത്തിരി ചൂട് കൊണ്ടാൽ ഞാനും ഉഷാറാകും. അമ്മുമ്മ, അതൊക്കെ ഞാൻ ശരിയാക്കി തരാം. ഇവിടുന്ന് പോയാൽ പിന്നെ വല്ല വക്കിലും കയറിയിരുന്ന് എലീനെങ്ങാനും പിടിച്ച് തിന്നും കൊണ്ട് അടങ്ങിക്കിടന്നോണം കേട്ടോ. പെരുമ്പാമ്പിൻ കുഞ്ഞ്, ശരിയാ, ഞാൻ അങ്ങനെ തന്നെ ചെയ്തോളാം. പ്രവർത്തനം 4. വിശകലനക്കുറിപ്പ്. പാരിടം ഒന്നായി കാണും നേട്ടം പാറട്ടെ മീതയൻ കൊച്ചുപട്ടം. ഏകലോകം എന്ന ആശയത്തെയാണല്ലോ പട്ടം മുന്നോട്ട് വെക്കുന്നത്. പട്ടം പറപ്പിക്കട്ടെ എന്ന കവിതയെ വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക. പാരിടം ഒന്നായി കാണും നേട്ടം പാറട്ടെ മീതയൻ കൊച്ചുപട്ടം. ഈ വരികൾ ഏകലോകം എന്ന മഹത്തായ ആശയത്തെ പ്രതിപാദിക്കുന്നു. ഇവിടെ പാരിടം ഒന്നായി കാണും എന്നത് ഭൂമിയെ ഒരു ഏക കുടുംബമായി കാണുന്നതിൻ്റെ ആവശ്യകതയെ സൂചിപ്പിക്കുന്നു. ജാതി, മതം, ഭാഷ, രാജ്യ അതിർത്തികൾ എന്നിവയെ മറികടന്ന് മനുഷ്യർ പരസ്പരം സഹോദരങ്ങളായി ജീവിക്കണമെന്ന സന്ദേശമാണ് ഇതിലടങ്ങിയിരിക്കുന്നത്. ലോകം വിഭജിക്കപ്പെടാതെ ഒന്നായി ചിന്തിക്കുമ്പോഴാണ് യഥാർത്ഥ പുരോഗതി സാധ്യമാകുന്നത്. പാറട്ടെ മീതയൻ കൊച്ചുപട്ടം എന്നത് സമാധാനവും സൗഹൃദവും ഉയർത്തിപ്പിടിക്കുന്ന പ്രതീകമാണ്. ചെറിയ പട്ടം പോലും ഉയരത്തിൽ പറക്കുന്നത് പോലെ ചെറുതായി തുടങ്ങുന്ന നല്ല ചിന്തകളും പ്രവൃത്തികളും ലോകത്തെ ഒരുമയിലേക്ക് നയിക്കും എന്ന ആശയമാണ് ഇതിലൂടെ മുന്നോട്ട് വയ്ക്കുന്നത്. അതിനാൽ ഈ വരികൾ മനുഷ്യരിൽ ഐക്യവും സമത്വവും സഹോദരഭാവവും വളർത്തി ഏകലോകം എന്ന സ്വപ്നം സാക്ഷാത്കരിക്കാനുള്ള ആഹ്വാനമായി കാണാം. പ്രവർത്തനം 5. അതിലെ ചോദ്യം എ. കുറിപ്പ്. വിശാലമായ ലോകത്തിൽ നിന്ന് കണ്ണുകളെ മണ്ണിനുള്ളിലേക്ക് ചുരുക്കിയപ്പോൾ ഞങ്ങൾ ഒരു മായാലോകം തന്നെ കണ്ടു. മണ്ണിനടിയിലെ ലോകം. ഇതാ ഒരു മായാലോകം എന്ന പാഠഭാഗത്തിൽ ഡോക്ടർ ബീബിനുണ്ടായ അനുഭവം നിങ്ങൾ ഓർക്കുന്നുണ്ടല്ലോ. നിങ്ങളുടെ വീടിന് ചുറ്റുപാടുമുള്ള വിവിധ കാഴ്ചകൾ നിങ്ങൾ നിരീക്ഷിച്ചിട്ടുണ്ടായിരിക്കുമല്ലോ. നിങ്ങൾ കണ്ട കാര്യങ്ങൾ ഉൾപ്പെടുത്തി ഒരു കുറിപ്പ് തയ്യാറാക്കുക. എൻ്റെ വീടിനോട് ചേർന്ന് ഒരു ചെറു തോട്ടമുണ്ട്. ഓരോ രാവിലെയും അവിടെ കാണുന്ന പ്രഭാത സൂര്യോദയം എന്നെ അത്ഭുതപ്പെടുത്തുന്ന ഒരു പ്രകൃതി കാഴ്ചയാണ്. സൂര്യൻ പതുക്കെ ആകാശക്കരയിൽ ഉയരുമ്പോൾ ചുവപ്പും മഞ്ഞയും കലർന്ന പ്രകാശം പരക്കുന്നത് കാണുമ്പോൾ മനസ്സിന് അനന്തമായ സന്തോഷം തോന്നും. മരങ്ങളിലെ ഇലകളിൽ തുള്ളി തുള്ളിയായി മുത്തുപോലെ മിന്നുന്ന മഞ്ഞുതുള്ളികൾ സൂര്യകിരണങ്ങൾ തൊടുമ്പോൾ കൂടുതൽ തിളങ്ങും. പക്ഷികളുടെ ചിറകുതാളങ്ങളും മധുരമായ കൂജനവും ആ പ്രഭാത സമയത്തെ കൂടുതൽ സുന്ദരമാക്കുന്നു. തണുത്ത കാറ്റ് മുഖത്ത് തഴുകുമ്പോൾ പ്രകൃതിയുടെ സ്നേഹസ്പർശം അനുഭവിക്കുന്നത് പോലെ തോന്നും. ഈ കാഴ്ച കാണുമ്പോൾ പ്രകൃതിയുടെ അത്ഭുത സൗന്ദര്യത്തെയും അതിൻ്റെ മഹത്വത്തെയും ഞാൻ കൂടുതൽ മനസ്സിലാക്കുന്നു. ദിവസവും പുതിയ പ്രതീക്ഷയും ഉത്സാഹവും നൽകുന്ന ഈ പ്രഭാത സൂര്യോദയം എൻ്റെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ പ്രകൃതി അനുഭവങ്ങളിലൊന്നാണ്. ഇതിലെ ബി ചോദ്യം. ഇതാ ഒരു മായാലോകം എന്ന പാഠഭാഗം ഏത് കൃതിയിൽ നിന്നും എടുത്തിട്ടുള്ളതാണ്? പ്രകൃതി ഒരു സ്നേഹിത, മണ്ണും മനുഷ്യനും, ബാലഹൃദയം, മണ്ണിൻ്റെ കിനാവുകൾ. മണ്ണും മനുഷ്യനും എന്ന കൃതിയിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. പ്രവർത്തനം 6. എ ചോദ്യം. ഡയറി കുറിപ്പ്. പൂവും കൊച്ചുകുട്ടിയും തമ്മിലുള്ള സൗഹൃദമാണല്ലോ കടലോളം സ്നേഹം എന്ന യൂണിറ്റിന്റെ പ്രവേശകത്തിൽ നാം കണ്ടത്. പൂവും കുട്ടിയും തമ്മിൽ ധാരാളം കഥകൾ പങ്കുവച്ചു. പിറ്റേ ദിവസം രാവിലെ പൂവ് കൊഴിഞ്ഞു കിടക്കുന്നത് കണ്ടു. അതവളെ സങ്കടപ്പെടുത്തി. അന്നേ ദിവസം അവൾ എഴുതാനിടയുള്ള ഡയറി കുറിപ്പ് തയ്യാറാക്കൂ. അതിന് മുന്നേയായിട്ട് ബി ചോദ്യം നോക്കാം. എനിക്ക് മുകളിലോട്ട് കയറണം, പന്തലിട്ട് തരണം, പൂക്കണം, കായ്ക്കണം. ആരുടെ വാക്കുകളാണിത്? മത്തൻ, കയ്പവള്ളി, തെങ്ങ്, പപ്പായ. കയ്പവള്ളിയുടെ വാക്കുകളാണ്. ഇനി നമുക്ക് ഡയറി കുറിപ്പ് നോക്കാം. ഡയറി എഴുതുമ്പോൾ എപ്പോഴും പറയുന്നത് പോലെ തന്നെ ദിവസവും ഡേറ്റും ഒക്കെ ഇട്ട് കൊടുക്കാൻ മറക്കരുത്. 10/3/2026 തിങ്കൾ. ഇന്ന് എൻ്റെ മനസ്സിന് വളരെ ദുഃഖമുള്ള ദിവസമാണ്. ഓരോ ദിവസവും പോലെ ഞാൻ രാവിലെ ഉണർന്ന് എൻ്റെ പ്രിയപ്പെട്ട പൂവിനെ കാണാൻ ഓടിപ്പോയി. ഇന്നലെ വരെ എനിക്ക് ചിരിച്ചുകൊണ്ട് നിന്നിരുന്ന ആ പൂവ് ഇന്ന് നിലത്തു ഒഴിഞ്ഞു കിടക്കുന്നത് കണ്ടപ്പോൾ എൻ്റെ ഹൃദയം ഒന്ന് തകർന്നു പോയി. ആ പൂവിനോട് ഞാൻ എത്രയോ കാര്യങ്ങൾ സംസാരിച്ചിരുന്നു. എൻ്റെ സന്തോഷങ്ങളും ചെറിയ വിഷമങ്ങളും എല്ലാം അതിനോട് പങ്കുവച്ചിരുന്നു. അതൊന്നും മറുപടി പറഞ്ഞില്ലെങ്കിലും അതിൻ്റെ ചിരി പോലുള്ള വിരിയലിലൂടെ എന്നെ ആശ്വസിപ്പിക്കുമായിരുന്നു. ഇന്ന് അതിനെ നിലത്ത് കിടക്കുന്നത് കണ്ടപ്പോൾ കണ്ണുകൾ നിറഞ്ഞുപോയി. പ്രകൃതിയുടെ നിയമമാണെന്ന് അമ്മ പറഞ്ഞു. പൂക്കൾ വിരിയുകയും പിന്നെ കൊഴിയുകയും ചെയ്യുമെന്ന്. എങ്കിലും എൻ്റെ മനസ്സിന് അത് എളുപ്പം സമ്മതിക്കാൻ കഴിയുന്നില്ല. പക്ഷെ ഇന്ന് ഞാൻ ഒരു കാര്യം പഠിച്ചു. നമുക്ക് പ്രിയപ്പെട്ടവരെ അവർ നമ്മോടൊപ്പമുള്ളപ്പോൾ സ്നേഹിക്കാനും വിലമതിക്കാനും പഠിക്കണം. എൻ്റെ പൂവ് ഇനിയില്ലെങ്കിലും അതിൻ്റെ ഓർമ്മകളും സന്തോഷങ്ങളും എൻ്റെ ഹൃദയത്തിൽ എന്നും ഉണ്ടാകും. അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാട്ടോ മക്കളെ ഈ ചോദ്യപേപ്പറിൽ നമുക്ക് നോക്കാനായിട്ടുള്ളത്. സിമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആണ്. എല്ലാം ഇമ്പോർട്ടൻറ്റ് ചോദ്യങ്ങളാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഏകദേശം ഈ മോഡലിലുള്ളതൊക്കെ ഇതൊക്കെ പഠിച്ചു പോവുക. നല്ലതുപോലെ പോയിന്റ്സ് ഒക്കെ നോട്ട് ചെയ്ത് പോവുക.
ഇന്നത്തെ ക്ലാസ് എല്ലാ മക്കൾക്കും ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് നമ്മുടെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. അതുപോലെ ഇന്നത്തെ ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ മറക്കാതെ കമന്റ് ബോക്സിലൂടെ അറിയിക്കുക. മറ്റു വിഷയങ്ങളുടെ ചോദ്യപേപ്പറുകൾക്ക് വേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാനും മറക്കരുത്. അപ്പോൾ ശരി, നമുക്ക് അടുത്ത ക്ലാസ്സുമായി വീണ്ടും കാണാം. താങ്ക്